കേന്ദ്ര ബജറ്റ് നിരാശാജനകമാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. ചെറുകിട വ്യാപാരികളെ ബജറ്റ് അവഗണിച്ചു. നികുതിയിലും സാമ്പത്തിക മേഖലയിലും വലിയ പരിഷ്കാരങ്ങൾക്കാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന് ആമുഖമായി പറഞ്ഞ ധനമന്ത്രി, പക്ഷേ ചെറുകിട വ്യാപാരികൾക്ക് ഗുണകരമായ യാതൊരു പ്രഖ്യാപനവും നടത്തിയിട്ടില്ലെന്നും രാജു അപ്സര പറഞ്ഞു. കേന്ദ്ര ബജറ്റ് നിരാശാജനകമാണെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. നികുതിയിലും സാമ്പത്തിക മേഖലയിലും വലിയ പരിഷ്കാരങ്ങൾക്കാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന് ആമുഖമായി പറഞ്ഞ ധനമന്ത്രി, പക്ഷേ ചെറുകിട വ്യാപാരികൾക്ക് ഗുണകരമായ യാതൊരു പ്രഖ്യാപനവും നടത്തിയില്ല എന്ന് രാജു അപ്സര പറഞ്ഞു. ആദായ നികുതി പരിധി 12 ലക്ഷമാക്കി ഉയർത്തിയ നടപടിയും വാടകയ്ക്ക് മേലുള്ള TDS പരിധി 2.40 ലക്ഷം രൂപയിൽ നിന്നും 6 ലക്ഷമായി ഉയർത്തിയ നടപടിയും സ്വാഗതാർഹമാണെന്നും രാജു അപ്സര പറഞ്ഞു. ഇത് കൂടുതൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് വഴിവെക്കുകയും വിപണി കൂടുതൽ ഉണരുകയും ചെയ്യും. ഇൻഷുറൻസ് മേഖലയിൽ 100% വിദേശ നിക്ഷേപം കൊണ്ടുവരുന്ന നീക്കം ആശങ്കാജനകമാണ്. വലിയ താമസമില്ലാതെ തന്നെ മൾട്ടി ബ്രാൻഡ് റീറ്റെയിൽ മേഖലയിലും 100% വിദേശ നിക്ഷേപം കൊണ്ടുവരുമെന്ന സൂചനയാണ് ഇത് നൽകുന്നത്. ഓൺലൈൻ വ്യാപാരത്തെയോ വിദേശ സ്വദേശ കുത്തകകളെയോ നിയന്ത്രിക്കുന്നതിനുള്ള യാതൊരു നടപടിയും ബജറ്റിലില്ല. ചെറുകിട ഇടത്തരം വ്യവസായങ്ങൾക്ക് ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും രാജ്യത്തെ 5 കോടിയോളം വരുന്ന ചെറുകിട വ്യാപാരികളെ ബജറ്റ് പൂർണ്ണമായും അവഗണിച്ചുവെന്നും രാജു അപ്സര പറഞ്ഞു. CDNet ന്യൂസ്, കായംകുളം.